കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും മരുന്ന് പ്രതിസന്ധി. നീതി സ്റ്റോർ വഴി മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തി സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. മരുന്ന് നൽകിയ വകയിൽ കോടികളാണ് ബാങ്കിന് ലഭിക്കാനുള്ളത്. കുടിശ്ശിക നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടും പരിഹാരമുണ്ടായിട്ടില്ലെന്ന് ബാങ്ക് അധികൃതർ വ്യക്തമാക്കി. നീതി സ്റ്റോർ വഴി മെഡിക്കൽ കോളേജിലേക്ക് മരുന്ന് വിതരണം നടത്തിയ വകയിൽ സിറ്റി സർവീസ് സഹകരണ ബാങ്കിന് ലഭിക്കാനുള്ളത് 4.77 കോടി രൂപയാണ്. കുടിശ്ശിക ലഭിക്കാത്ത പക്ഷം ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം ഏപ്രിൽ 1 മുതൽ നിർത്തുമെന്ന് ബാങ്ക് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രതിസന്ധികൾ ചൂണ്ടിക്കാട്ടി ബാങ്ക് മാനേജർ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കത്തയച്ചിരുന്നെങ്കിലും മറുപടിയൊന്നും ഉണ്ടായില്ല. അതിനെ തുടർന്നാണ് ബാങ്ക് ആശുപത്രിയിലേക്കുള്ള മരുന്ന് വിതരണം പൂർണ്ണമായും നിർത്തിയത്. നിലവിൽ 9 മാസത്തെ പണമാണ് ബാങ്കിന് ലഭിക്കാനുള്ളത്. ഗവൺമെന്റ് നടപ്പിലാക്കുന്ന കാസ്പ്, മെഡിസെപ്പ്, ESI തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളിലെ മരുന്നുകളും നീതി സ്റ്റോർ വഴി വിതരണം ചെയ്തിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നീതി സ്റ്റോർ വഴി മരുന്ന് വിതരണം ചെയ്തിരുന്നത്. നീതി സ്റ്റോർ വഴിയുള്ള മരുന്ന് വിതരണം നിലച്ചതോടെ ആശുപത്രിയിലെത്തുന്ന പാവപ്പെട്ട രോഗികളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ജനം, കോഴിക്കോട്.